സമയം രാവിലെ 8 മണി. ആതിര മുറ്റമടിക്കുകയാണ്. അവളുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ വെച്ച് കേട്ട കാര്യങ്ങളാണ്. പെട്ടെന്ന് ആതിരയുടെ ഫോൺ അടിക്കുന്നു. സ്ക്രീനിൽ ലക്ഷ്മി അമ്മയുടെ മകൻ രാഹുലിൻ്റെ നമ്പറാണ്. ആതിര: ഹലോ രാഹുലേട്ടാ, പറയൂ, അമ്മച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രാഹുൽ: ഏയ്, അമ്മച്ചിക്ക് ഒരു കുഴപ്പവുമില്ല ആതിര, അവരിവിടെ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ്. ഞാൻ വിളിച്ചത് വേറൊരു കാര്യത്തിനാണ്. നിനക്ക് തൽക്കാലം വേറെ ജോലിയൊന്നും സെറ്റായില്ലല്ലോ അല്ലേ? ആതിര: ഇല്ല ഏട്ടാ, ഞാൻ പുതിയ ജോലികളൊന്നും നോക്കിയിട്ടില്ല. ലക്ഷ്മി അമ്മയുടെ അടുത്ത് നിന്ന് പോന്നാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങളാണ്. എന്താ ഏട്ടാ? രാഹുൽ: എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഡോക്ടർ കാർത്തിക്. പുള്ളി ഒരു സിംഗിൾ ഫാദറാണ്. 4 വയസ്സുള്ള ഒരു മോനുണ്ട്, കൃഷ്ണദേവ്, കിച്ചു. കാർത്തിക്കിന് ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് മോനെ നോക്കാൻ ഒരാളെ വേണം. രാവിലെ മുതൽ പുള്ളി വരുന്നത് വരെ ഒരു നാനിയുടെ റോളാണ്. ശമ്പളം നല്ല രീതിയിൽ തരും. നിനക്ക് താല്പര്യമുണ്ടോ? ആതിര അല്പം മടിച്ചുകൊണ്ട്: അത് രാഹുലേട്ടാ, എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല. പിന്നെ ഒരു ഡോക്ടറുടെ വീടല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന്. രാഹുൽ: നീ അതോർത്ത് പേടിക്കണ്ട. കിച്ചു നല്ലൊരു കുട്ടിയാണ്. നിന്നെപ്പോലെ ഒരു കുട്ടിയാണ് കാർത്തിക്കിനും ആവശ്യം. നീ ഒന്ന് വന്ന് സംസാരിച്ച് നോക്ക്. താല്പര്യമില്ലെങ്കിൽ നമുക്ക് വിടാം. ഞാൻ അഡ്രസ്സ് അയച്ചു തരാം. ഇന്ന് വൈകിട്ട് ഒരു 6 മണിക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ? കാർത്തിക് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരും. ആതിര ആലോചിച്ച ശേഷം: ശരി ഏട്ടാ, ഞാൻ വരാം. അനിയത്തിമാരുടെ ഫീസ് അടയ്ക്കേണ്ട സമയമായി, അതുകൊണ്ട് നോക്കാം. കാർത്തിക് തൻ്റെ ക്യാബിനിൽ ഇരിക്കുകയാണ്. കയ്യിലൊരു ഫയലുണ്ടെങ്കിലും അവൻ്റെ ശ്രദ്ധ ഫോണിലാണ്. ഡേ കെയറിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ കിച്ചു ഒറ്റയ്ക്കിരുന്ന് കളിക്കുന്നത് അവൻ കാണുന്നു. അവൻ്റെ മുഖത്ത് സങ്കടം പടരുന്നുണ്ട്. പെട്ടെന്ന് രാഹുൽ അകത്തേക്ക് വന്നു. രാഹുൽ: ഡാ കാർത്തി, ഞാൻ രാവിലെ പറഞ്ഞ ആ കുട്ടിയോട് സംസാരിച്ചു. പേര് ആതിര. ഇന്ന് വൈകിട്ട് 6 മണിക്ക് നിൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാർത്തിക് ഫോൺ വെച്ചുകൊണ്ട്: ശരിക്കും? താങ്ക്സ് ഡാ രാഹുൽ. അവൾക്ക് കുട്ടികളെ നോക്കാൻ താല്പര്യമുണ്ടോ? കിച്ചു കുറച്ച് അലമ്പാണ്, നിനക്കറിയാമല്ലോ. രാഹുൽ: അവൾ പാവമാണ് കാർത്തിക്. ബിരുദം കഴിഞ്ഞതാണ്. പക്ഷേ കുടുംബ സാഹചര്യം മോശമായോണ്ട് ഇങ്ങനെ ഓരോ പണിക്ക് പോകുന്നു. കുട്ടികളോട് നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാണ്. നീ സംസാരിക്കുമ്പോൾ ഇത്തിരി പരുക്കൻ ഭാവം മാറ്റി വെക്കണം, കേട്ടല്ലോ. കാർത്തിക് ഒരു ചെറിയ ചിരിയോടെ: നോക്കണ്ട, എൻ്റെ മോനെ നന്നായി നോക്കിയാൽ എനിക്കത് മതി. ആതിര കാർത്തിക്കിൻ്റെ വീട്ടുപടിക്കൽ വന്നു നിൽക്കുന്നു. വലിയൊരു ഗേറ്റ്, നല്ല ഭംഗിയുള്ള വീട്. പക്ഷേ വീടിന് ചുറ്റും ഒരു വിജനത അനുഭവപ്പെടുന്നുണ്ട്. അവൾ പതുക്കെ ബെല്ലടിക്കുന്നു. അകത്തുനിന്ന് കാർത്തിക് വന്ന് വാതിൽ തുറക്കുന്നു. അവൻ കാഷ്വൽ വസ്ത്രങ്ങളിലാണ്. കാർത്തിക് ആതിരയെ നോക്കി ഗൗരവത്തോടെ: ആതിരയാണോ? രാഹുൽ പറഞ്ഞിരുന്നു, അകത്തേക്ക് വരൂ. ആതിര അല്പം ഭയത്തോടെ: അതെ സാർ, ഞാൻ ആതിര. ആതിര അല്പം ഭയത്തോടെ: അതെ സർ, ഞാൻ ആതിര. അവൾ അകത്തേക്ക് കയറുന്നു. ഹാൾ നിറയെ കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്നു. വലിയ വീടാണെങ്കിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യമില്ലാത്തതിൻ്റെ കുറവ് വ്യക്തമാണ്. സോഫയിൽ കിച്ചു ഇരുന്ന് TV കാണുന്നുണ്ട്. കാർത്തിക് സോഫയിലേക്ക് വിരൽ ചൂണ്ടുന്നു. കാർത്തിക്: അതാണ് കിച്ചു. കൃഷ്ണദേവ് എന്നാണ് പേര്. രാവിലെ ഞാൻ 8 മണിക്ക് ഹോസ്പിറ്റലിൽ പോകും. അതിനു മുമ്പ് ഇവനെ ഡേ കെയറിൽ വാൻ വന്ന് കൊണ്ടുപോകും. വൈകിട്ട് 4 മണിക്ക് വാൻ ഇവനെ തിരികെ വീട്ടിൽ വിടും. അയൽപക്കത്തെ ലീലച്ചേച്ചിയാണ് വീട് തുറന്ന് ഇവനെ അകത്തിരുത്തുന്നത്. നീ നാളെ മുതൽ വരികയാണെങ്കിൽ 4 മണിക്ക് മുൻപ് ഇവിടെ എത്തണം. ഞാൻ വരുന്നത് വരെ ഇവൻ്റെ കൂടെ ഉണ്ടാകണം. ഭക്ഷണം കൊടുക്കണം, കളിപ്പിക്കണം, മനസ്സിലായോ? ആതിര കിച്ചുവിനെ നോക്കിക്കൊണ്ട്: മനസ്സിലായി സാർ. കാർത്തിക്: എനിക്ക് ഒരൊറ്റ നിർബന്ധമേ ഉള്ളൂ. ഇവനെ ഒന്നിനും നിർബന്ധിക്കരുത്, വഴക്ക് പറയരുത്. വളരെ സെൻസിറ്റീവാണ്. പിന്നെ അല്പം മടിച്ചുകൊണ്ട്: എൻ്റെ കുടുംബകാര്യങ്ങളെക്കുറിച്ചോ ഇവൻ്റെ അമ്മയെക്കുറിച്ചോ ഒന്നും ചോദിക്കാൻ നിൽക്കരുത്. ജോലി മാത്രം നോക്കുക. ശമ്പളം രാഹുൽ പറഞ്ഞതുപോലെ കൃത്യമായി തരും. കാർത്തിക്കിൻ്റെ ആ പരുക്കൻ സംസാരം ആതിരയ്ക്ക് അല്പം പ്രയാസമുണ്ടാക്കിയെങ്കിലും അവൾ കിച്ചുവിനെ നോക്കി. കിച്ചു TVയിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് പതുക്കെ ആതിരയെ നോക്കുന്നു. ആതിര പതുക്കെ കിച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു. കാർത്തിക് മാറി നിന്ന് അത് നിരീക്ഷിക്കുകയാണ്.
ആതിര കിച്ചുവിൻ്റെ അരികിൽ മുട്ടുകുത്തിയിരുന്ന് ചിരിച്ചുകൊണ്ട്. ഹായ് കിച്ചുകുട്ട, എന്താ കാണുന്നത്? കാർട്ടൂണാണോ? കിച്ചു പതുക്കെ തലയാട്ടി ആതിരയുടെ മുഖത്തേക്ക് നോക്കുന്നു. ടോം ജെറി. ചേച്ചി ആരാ? ആതിര. ഞാൻ ആതിര. കിച്ചുവിൻ്റെ കൂടെ ലൂഡോ കളിക്കാനും ആനക്കഥ പറഞ്ഞു തരാനും വന്നതാ. കിച്ചുവിന് കഥ ഇഷ്ടമാണോ? കിച്ചു പെട്ടെന്ന് കണ്ണുകൾ തിളങ്ങി കാർത്തിക്കിനെ നോക്കുന്നു. പപ്പ, ഈ ചേച്ചിക്ക് ആനക്കഥ അറിയോ? പപ്പ ഇന്നലെ പറഞ്ഞ വലിയ ആനയുടെ കഥയോ? കാർത്തിക് അത്ഭുതത്തോടെ അവരുടെ അടുത്തേക്ക് വന്ന്. ആതിരയ്ക്ക് കഥയൊക്കെ അറിയാമോ? ആതിര പുഞ്ചിരിയോടെ. എൻ്റെ അനിയത്തിമാരെ ഞാൻ കഥ പറഞ്ഞാണ് ഉറക്കാറുള്ളത് സാർ, അതുകൊണ്ട് കുഴപ്പമില്ല. കിച്ചു ആതിരയുടെ കയ്യിൽ പതുക്കെ തൊട്ടുകൊണ്ട് കൊഞ്ചലോടെ. എന്നാൽ ചേച്ചി നാളെ വരുമ്പോൾ എനിക്ക് തുമ്പിക്കൈയുള്ള വലിയ ആനയുടെ കഥ പറഞ്ഞു തരണം, തരുമോ? ആതിര അവൻ്റെ കുഞ്ഞു കൈകളിൽ പിടിച്ച്. തരാലോ, നാളെ ചേച്ചി കിച്ചുകുട്ടന് ഏറ്റവും നല്ല കഥ പറഞ്ഞു തരും. നമ്മൾ ഒരുമിച്ച് കളിക്കുകയും ചെയ്യും. കിച്ചുവിൻ്റെ മുഖത്തെ ആ സന്തോഷം കണ്ട് കാർത്തിക്കിൻ്റെ ഉള്ളം നിറയുന്നു. പലരും വന്നിട്ടും കിച്ചു ആരോടും ഇത്ര പെട്ടെന്ന് അടുത്തിട്ടില്ലായിരുന്നു. കാർത്തിക്കിൻ്റെ മുഖത്തെ ഗൗരവം പതുക്കെ മാറി ഒരു നേർത്ത പുഞ്ചിരി വരുന്നു. കാർത്തിക്. ശരി ആതിര, എന്നാൽ നാളെ മുതൽ വൈകിട്ട് 3:45 ഇവിടെ എത്തിക്കോളൂ. ബാക്കി കാര്യങ്ങൾ നാളെ സംസാരിക്കാം. ആതിര. ശരി സർ, ഞാൻ നാളെ വരാം. ടാറ്റ കിച്ചു. കിച്ചു കൈ വീശി കാണിച്ചുകൊണ്ട്. ടാറ്റ ചേച്ചി, വേഗം വന്നേ. ആതിര വീട്ടിലേക്ക് നടക്കുകയാണ്. വഴിവിളക്കിൻ്റെ വെളിച്ചത്തിൽ അവളുടെ മുഖത്ത് ഒരു ആശ്വാസമുണ്ട്. ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കത അവളെ ഒത്തിരി ആകർഷിച്ചു. അതേസമയം ഡോക്ടർ കാർത്തിക്കിൻ്റെ കണ്ണുകളിലെ ആ ഒളിച്ചു വെച്ച സങ്കടവും പരുക്കൻ സ്വഭാവവും അവളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. അതേസമയം കാർത്തിക്കിൻ്റെ വീട്ടിൽ കിച്ചു ആതിരയെക്കുറിച്ച് തന്നെ പപ്പയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കിച്ചു. പപ്പ, ആ ചേച്ചി നല്ല ചേച്ചിയാ, എന്നെ വഴക്ക് പറഞ്ഞില്ല. നാളെ ചേച്ചി വരുമ്പോൾ ഞാൻ ലൂഡോ എടുത്തു വെക്കും. കാർത്തിക് കിച്ചുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു വലിയ ആശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട്. എൻ്റെ മോൻ നാളെ ചേച്ചിയുടെ കൂടെ നന്നായി കളിച്ചോണം കേട്ടോ, നല്ല കുട്ടിയായിരിക്കണം. കിച്ചു പപ്പയുടെ നെഞ്ചിലേക്ക് ചാരി പതുക്കെ കണ്ണുകൾ അടയ്ക്കുന്നു. കിച്ചുവിൻ്റെ മുഖത്തെ ആ സമാധാനം നിറഞ്ഞ ഉറക്കം നോക്കി കാർത്തിക് ഇരിക്കുകയാണ്. വീട്ടിൽ വന്നിട്ട് ആദ്യമായി കിച്ചു ഇത്രയും സന്തോഷത്തോടെ സംസാരിക്കുന്നത് അവൻ കാണുകയാണ്. കാർത്തിക് ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കുന്നു. മനസ്സിൽ നാളെക്കുറിച്ചുള്ള ചെറിയൊരു പ്രതീക്ഷ.